ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിൻ്റെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററായ ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നസ്, നട്ടു നനയ്ക്കാൻ നന്മകൾ കൊയ്യാം, ആ ചാപ്റ്ററാണ്. അതിൻ്റെ ഭാഗത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചായിരുന്നു? കൃഷി എങ്ങനെ ലാഭകരമാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ സാധ്യതകളെക്കുറിച്ചും, പിന്നെ എന്തോന്നാണ് വാട്ട് ടൈപ്സ് ഓഫ് സപ്പോർട്ട് ഓർ ഹെൽപ്പ് ആർ അവൈലബിൾ എ ന്യൂ അഗ്രികൾച്ചർ, നൂതന കാർഷിക സംരംഭം തുടങ്ങുന്നതിൻ്റെ സഹായങ്ങൾ എന്തൊക്കെയാണെന്ന്, ലാൻഡ് മാക്സിമൈസിങ് ലാൻഡ് യൂട്ടിലൈസേഷൻ, അതിനെയൊക്കെ കുറിച്ച് നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിച്ചായിരുന്നു. കൃഷിയെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് ഉള്ള കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അടുത്ത് അടുത്ത് നമുക്ക് വെർട്ടിക്കൽ ഫാമിങ്ങിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വെർട്ടിക്കൽ ഫാമിംഗ് ഈസ് ആൻ ഇന്നവേറ്റീവ് മെത്തേഡ് ടു സ്പേസ് കൺസ്ട്രെയിൻസ്. വാട്ട് ആർ ഇറ്റ്സ് പോസിബിലിറ്റീസ്? സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗമാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. എന്താണ്? സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗം. വെർട്ടിക്കൽ ഫാമിംഗ് ഈസ് ആൻ innovative method to overcome space constraints. Okay, what are its possibilities? ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അത് നമുക്കത് അങ്ങോട്ട് പഠിക്കാം. ഒരു പിക്ചർ കൊടുത്തിരിക്കുന്ന കണ്ട അത് ഈ വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ ആണ്. കണ്ടോ, കുറച്ച് സ്പേസിൽ എന്തുമാത്രം കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ആ ഒരു പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നോക്കാം എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. വെർട്ടിക്കൽ ഫാമിംഗ് ഈസ് ആൻ ഇന്നവേറ്റീവ് അഗ്രികൾച്ചർ മെത്തേഡ് വെയർ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ വെർട്ടിക്കലി ലേയേഴ്സ്. അതായത് ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണ് ഇത്. എന്തോന്ന്? വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഫാമിംഗ് ഈസ് ആൻ ഇന്നവേറ്റീവ് അഗ്രികൾച്ചർ മെത്തേഡ് വെയർ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ വെർട്ടിക്കലി സ്റ്റാക്കഡ് ലേയേഴ്സ്. അപ്പോൾ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ദ കീ ഫീച്ചർ ഓഫ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുക. എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഹൈഡ്രോപോണിക്സ് ഈസ് എ മെത്തേഡ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ ബൈ യൂസിങ് മിനറൽ ന്യൂട്രിയന്റ് സൊല്യൂഷൻ ഇൻ എ വാട്ടർ സോൾവെന്റ്. അതായത് സോയിൽ ഉപയോഗിക്കാതെ മിനറൽ സൊല്യൂഷൻ, വാട്ടർ സൊല്യൂഷനിൽ പ്ലാന്റ് വളർത്തിയെടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ. എയറോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഗ്രോയിങ് പ്ലാന്റ്സ് വെയർ ദ റൂട്ട്സ് ആർ സസ്പെൻഡഡ് ഇൻ ദ എയർ. റൂട്ട് എയറിലോട്ട് നിർത്തിയിട്ട് അതിൽ ന്യൂട്രിയന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുത്താണ് എയറോപോണിക്സ് ആയിട്ട് പ്ലാന്റ്സിനെ വളർത്തിയെടുക്കുന്നത്. ആ രീതിയാണ് എയറോപോണിക്സ്. അപ്പൊ ഈ ഒരു രീതി ഈ വെർട്ടിക്കൽ ഫാമിങ്ങിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഈവൻ ഇൻ അർബൻ ഏരിയാസ് വിത്ത് ലിമിറ്റഡ് സ്പേസ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ആൻഡ് പ്രൊട്ടക്റ്റീവ് സച്ചേസ് ടു shield crops from rain and sunlight. Farming can be carried out independent of climatic conditions, make it significant advantages of this method. അപ്പൊ എന്തൊക്കെയാണ്? പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും ഇത് പ്രാവർത്തികമാക്കാം. കൃത്രിമമായ വെളിച്ചം, മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കാൻ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാം എന്നതാണ് ഇതിന്റെ പ്രധാന നേട്ടം. അപ്പോൾ അതിശക്തമായ മഴ വന്നാലും നമുക്ക് ഈ ഒരു രീതിയിൽ വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ മഴ കിട്ടാതെ ഇത് മാറ്റി വയ്ക്കാനുള്ള ആ ഒരു രീതി പറ്റും. പിന്നെ വെളിച്ചം കണക്കുന്ന രീതി, അതൊക്കെ നമുക്ക് ഒരു മറയൊക്കെ കൊടുത്ത് ഇതിനെ നമുക്ക് ചെയ്യാൻ, ഈ രീതിയിൽ കൃഷി ചെയ്യാൻ നമുക്ക് കഴിയും. അതാണ് വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തതായി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡസ് ഇറ്റ് ഹെൽപ്പ് ടു ഓവർകം സ്പേസ് കൺസ്ട്രെയിൻസ്? അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് നോക്കാം. പോസിബിലിറ്റീസ് ഓഫ് വെർട്ടിക്കൽ ഫാമിംഗ്. വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. വെരി ലിറ്റിൽ സ്പേസ് ഈസ് ഇനഫ്. ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഈവൻ ഇൻ അർബൻ ഏരിയാസ് വിത്ത് ലിമിറ്റഡ് സ്പേസ്. വളരെ കുറച്ച് സ്ഥലം മതിയാകും, പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിലും പ്രാവർത്തികമാക്കാം. ഒന്നാമത്തെ കാര്യം. അടുത്ത 2, ഇറ്റ് യൂട്ടിലൈസസ് ദ പോസിബിലിറ്റീസ് ഓഫ് ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും. അടുത്തത്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇറ്റ്, ഈവൻ സ്ലാൻഡഡ് ലൈറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ്.
കൃത്രിമമായ വെളിച്ചം ഒരുക്കിയും കൃഷി നടത്താം. ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശം പോലും പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇറ്റ് ക്യാൻ ആൾസോ ഇൻകോർപ്പറേറ്റ് പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് ഷീൽഡ് ക്രോപ്സ് ഫ്രം റെയിൻ ആൻഡ് സൺലൈറ്റ്. മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ പോലുള്ളവ ഒരുക്കാൻ കഴിയും. ഫാമിംഗ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ക്ലൈമറ്റ് കണ്ടീഷൻ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാൻ പറ്റും. വിക്ക് ഇറിഗേഷൻ ഓർ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ്. തുള്ളി നന പോലുള്ളവ ഇതിൽ സ്വീകരിക്കാം. വെള്ളം ആ ഒരു രീതിയിൽ സ്വീകരിക്കാൻ കഴിയും. ആൾദോ ദ ഇനിഷ്യൽ കോസ്റ്റ് വിൽ ബി ഹൈ, ദ കോസ്റ്റ് വിൽ നോട്ട് ബി സിഗ്നിഫിക്കന്റ് ലേറ്റർ ഓൺ. പ്രാരംഭ ചെലവ് കൂടുമെങ്കിലും പിന്നീട് ചെലവുകൾ ഗണ്യമായി വരികയില്ല. അപ്പൊ ഇതൊക്കെയാണ് വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൗ ഡസ് ഇറ്റ് ഹെൽപ് ടു ഓവർകം സ്പേസ് കൺസ്ട്രക്ഷൻസ്? എന്താണ് വെരി ലിറ്റിൽ സ്പേസീസ് എങ്ങനെയാണ് സ്ഥലപരിമിതി മറികടക്കാൻ എങ്ങനെ സഹായിക്കുന്നു? വളരെ കുറച്ച് സ്ഥലം മാത്രം മതിയാകും. ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഈവൻ ഇൻ അർബൻ ഏരിയാസ് വിത്ത് ലിമിറ്റഡ് സ്പേസ്. പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. ഹൗ ഡസ് ഇറ്റ് എൻഷുർ അവൈലബിലിറ്റി ഓഫ് ലൈറ്റ്? പ്രകാശ ലഭ്യത ഉറപ്പുവരുത്തുന്നത് എങ്ങനെ? എന്താണ്? ആർട്ടിഫിഷ്യൽ ലൈറ്റ് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇറ്റ്, ഈവൻ സ്ലാൻഡ് ലൈറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. കൃത്രിമമായ വെളിച്ചം ഒരുക്കിയും കൃഷി നടത്താം. ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശം പോലും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. ഹൗ ഡസ് ഇറ്റ് ഹെൽപ് ടു റെഡ്യൂസ് യൂസ് ഓഫ് വാട്ടർ? വിക്ക് ഇറിഗേഷൻ ഓർ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ്. ജലവിനിയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നത് എങ്ങനെ? എന്താണ്? തിരിനന, തുള്ളിനന പോലുള്ളവ ഇതിൽ സ്വീകരിക്കാൻ കഴിയും. അടുത്ത കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾദോ ദ ഇനിഷ്യൽ കോസ്റ്റ് വിൽ ബി ഹൈ, ദ കോസ്റ്റ് വിൽ നോട്ട് ബി സിഗ്നിഫിക്കന്റ് ലേറ്റർ ഓൺ. ആദ്യത്തെ ചെലവ് എന്ന് പറയുന്നത് പ്രാരംഭ ചെലവ് കൂടുമെങ്കിലും പിന്നീട് ചെലവ് കുറവായിരിക്കും. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. എന്താണ് വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ പ്രാധാന്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായ ഓഫ് വെർട്ടിക്കൽ ഫാമിംഗ് പറഞ്ഞു നമ്മൾ. അടുത്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്. വളപ്രയോഗം. ഫെർട്ടിലൈസേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഫാമിംഗ്. അല്ലെ, കൃഷി ചെയ്യുമ്പോൾ വളപ്രയോഗം നടത്താറുണ്ട്. വാട്ട് ഈസ് ദ നെസസറി ഫോർ ഓഫ് അപ്ലൈയിങ് ഫെർട്ടിലൈസേഴ്സ്? വളപ്രയോഗത്തിന്റെ ആവശ്യകത എന്താണ്? അതാ നമ്മൾ അങ്ങോട്ട് പഠിക്കുകയാണ്. നോക്കാം. പ്ലാന്റ് ന്യൂട്രിയൻസ്, അതായത് സസ്യ പോഷകങ്ങൾ. The elements required by plants are obtained from the soil. Of these, nitrogen, potassium, phosphorus, calcium, magnesium and sulfur are elements. Nitrogen, potassium, phosphorus, calcium, magnesium and sulfur are the elements required for large quantities. അപ്പോൾ സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. ഏതൊക്കെയാണ് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ എന്ന് പറയുന്നത്? നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ എന്നിവ. ഈ മൂലകങ്ങളെല്ലാം മണ്ണിൽ നിന്നാണ് കിട്ടുന്നത്. എന്ന് പറയുന്നു മാക്രോ ന്യൂട്രിയന്റുകൾ എന്ന് പറയുന്നത് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ പോലുള്ള മൂലകങ്ങളെ, എലമെന്റ്സുകളെ എന്തോന്ന് പറയുന്നു? മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നു. ഹവർ എലിമെന്റ്സ് സച്ച് ആസ് ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, അയൺ, മോളിബ്ഡിനം, ക്ലോറിൻ ആൻഡ് നിക്കൽ ആർ റിക്വയർഡ് ഓൺലി വെരി സ്മാൾ ക്വാണ്ടിറ്റീസ്. അപ്പൊ ലാർജ് ക്വാണ്ടിറ്റീസിൽ കിട്ടുന്നത് ഏതൊക്കെയാണ്? നൈട്രജനും, പൊട്ടാസ്യം, ഫോസ്ഫറസും, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ ഒക്കെയാണ് ലാർജ് ക്വാണ്ടിറ്റീസിൽ മണ്ണിൽ നിന്ന് കിട്ടുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത്. ബാരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, അയൺ, ക്ലോറിൻ, നിക്കൽ ഇതൊക്കെ സ്മാൾ ക്വാണ്ടിറ്റീസിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ദീസ് ആർ നോൺ ആസ് മൈക്രോ ന്യൂട്രിയൻസ്. ഇതിനെന്തോന്ന് പറയുന്നു? മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നു. ഓക്കെ, അതിനൊക്കെ ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ ഇവയൊക്കെ എന്തോന്ന് പറയുന്നു? മൈക്രോ ന്യൂട്രിയന്റുകൾ എന്ന് പറയുന്നു. വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്തുന്നതാണ് വളപ്രയോഗം നടത്തുന്നത്. അപ്പൊ എല്ലാ മൂലകങ്ങളും ഒരു ഫെർട്ടിലൈസേഴ്സ് ആർ അപ്ലൈഡ് ടു എൻഷുർ ദാറ്റ് ക്രോപ്സ് റിസീവ് ആൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ ദെയർ ഗ്രോത്ത്. അവയുടെ വളർച്ചയ്ക്ക്, വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളപ്രയോഗം നടത്തുന്നത്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്.
വാട്ട്സ് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. എന്താണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ദ എലമെന്റ്സ് റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം ആൻഡ് സൾഫർ. ഇവയെ എന്തോന്ന് പറയുന്നു? മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നു. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ദ എലമെന്റ്സ് റിക്വയർഡ് ഇൻ വെരി സ്മാൾ ക്വാണ്ടിറ്റീസ്. ഏതൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നത്? ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, അയൺ, മോളിബ്ഡിനം, ക്ലോറിൻ ആൻഡ് നിക്കൽ. ഇവയെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നു. മനസ്സിലായ? മാക്രോ ന്യൂട്രിയന്റുകളും മൈക്രോ ന്യൂട്രിയന്റുകളും എന്ന് പറഞ്ഞാൽ കൂടിയ അളവിൽ ആവശ്യമായ സസ്യപോഷകങ്ങളാണ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ. വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായ സസ്യപോഷകങ്ങളാണ് ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ. ഇവയെ മൈക്രോ ന്യൂട്രിയൻ എന്ന് പറയുന്നു. അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഫെർട്ടിലൈസേഷൻ? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു, വളപ്രയോഗത്തിന്റെ ആവശ്യം എന്ത്? അതിന്റെ ആൻസർ ആണ് ഇത്. തിങ്സ് ദാറ്റ് വളമിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് നീഡ് ഓഫ് fertilization, things to keep in mind while fertilizing. Fertilization is done to ensure availability of all elements required for crops to grow. അതായത് വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താനാണ് വളപ്രയോഗം നടത്തുന്നത്. അത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഫെർട്ടിലൈസേഴ്സ് ക്യാൻ ബി അപ്ലൈഡ് ബൈ മിക്സിംഗ് വിത്ത് ദ സോയിൽ ഓർ ബൈ സ്പ്രേയിങ് ഇറ്റ് വിത്ത് വാട്ടർ. മണ്ണിൽ കലർത്തിയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്തോ വളപ്രയോഗം നമുക്ക് നടത്താം. സോയിൽ ടെസ്റ്റിംഗ് ഷുഡ് ബി ഡൺ, റിയലൈസ്ഡ് വിച്ച് ന്യൂട്രിയൻസ് ആർ ലാക്കിംഗ് ആൻഡ് ദെൻ ദ അപ്രോപ്രിയേറ്റ് ഫെർട്ടിലൈസർ ഷുഡ് ബി അപ്ലൈഡ്. മണ്ണ് പരിശോധന നടത്തി ഏതെല്ലാം പോഷകങ്ങളാണ് കുറവ് എന്ന് മനസ്സിലാക്കി അതിനനുയോജ്യമായ വളമാണ് നമുക്ക് നൽകേണ്ടത്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഷുഡ് ബി എൻഷ്യൂർഡ് വാട്ട് എവർ എനി ഫെർട്ടിലൈസർ ഈസ് അപ്ലൈഡ്. ഏത് വളം പ്രയോഗിക്കുമ്പോഴും ജലസാന്നിധ്യം ഉറപ്പുവരുത്തണം. ഡിക്രീസ്ഡ് മോയ്സ്ചർ കണ്ടന്റ് വിൽ അഫക്റ്റ് ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ ആൻഡ് സോയിൽ ഡീകമ്പോസേഴ്സ്. അപ്പോൾ വെള്ളം കുറയുകയാണെങ്കിൽ, ജലാംശം കുറയുന്നത് പോഷകാകീർണത്തെയും മണ്ണിലെ വിഘാടകരെയും ബാധിക്കും, ഡീകമ്പോസേഴ്സിനെയും അത് ബാധിക്കും. അപ്പം അനുയോജ്യമായ വെള്ളം കൊടുക്കേണ്ടത് അതിന്റെ അത്യാവശ്യമാണ്. മനസ്സിലായ? വളപ്രയോഗത്തിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പഠിക്കണം. അടുത്ത, some fertilizers are spread on the field before after planting. Liquid fertilizers are spread on the leaves while others are mixed with water and sprayed using different methods of depending on the type of crop and solid ensures better yield. അത് നടുന്നതിന് മുൻപോ അതിനുശേഷമോ ചില വളങ്ങൾ കൃഷിയിടങ്ങളിൽ വിതറുന്നു. മറ്റു ചിലവ ചെടികളുടെ വേരുകൾക്ക് സമീപം നൽകുന്നു. പിന്നെ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഇലകളിൽ തളിക്കുകയും മറ്റു ചില വെള്ളത്തിൽ കലക്കി വിളകൾക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാറുണ്ട്. വിളകളുടെയും മണ്ണിന്റെയും തരം അനുസരിച്ച് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുന്നത് മികച്ച വിളവ് ഉറപ്പാക്കുന്നു. യു ലേൺഡ് ഹൗ ടു പ്രൊഡ്യൂസ് ഓർഗാനിക് മാനുവർ അറ്റ് എ ലോ കോസ്റ്റ് യൂസിങ് ബയോബിൻസ്. ബിന്നുകൾ ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ചെലവിൽ ജൈവവളം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അടുത്ത് തന്നിരിക്കുന്നത് നോക്കൂ. വളങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ്. ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു പോർഷൻസ് നോക്കൂ. വളങ്ങൾ, ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ് വളങ്ങൾ തന്നിട്ടുള്ളത്? ജീവാണുവളം, കൃത്രിമ വളങ്ങൾ, നാനോ വളങ്ങൾ. അതിൽ ഈ രണ്ട് ഇത് നമ്മളടുത്ത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ ജീവാണുവളത്തിൽ ഏതൊക്കെയാണുള്ളത്? റൈസോബിയം, അസോസെറില്ലം. കൃത്രിമ വളങ്ങളിൽ അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? മണ്ണിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നതിനായി കൃത്രിമമായി നിർമ്മിച്ചുപയോഗിക്കുന്നത്. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. അമിതമായ വളപ്രയോഗം മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യും. അത് കൃത്രിമ. അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുന്നു. മണ്ണിന്റെ ഘടനയും വിഘാടകർക്കും ദോഷം ചെയ്യുന്നില്ല. ഇനി ഇവിടെ ജൈവവളത്തിൽ വരുന്നത് ഏതൊക്കെ? കമ്പോസ്റ്റ്,
വളം, കോഴിവളം, ചാരം, എല്ലുപൊടിയൊക്കെ ജൈവവളത്തിൽ വരുന്നതാണ്. അത് എങ്ങനെയാണ്? ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് മണ്ണിന്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല. വിഘാടകർ ഇവയിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുക. പോഷകങ്ങൾ അളവിൽ കുറവായിരിക്കും. വിഘടന പ്രക്രിയയ്ക്ക് കാലതാമസം എടുക്കും. പിന്നെ അടുത്തെന്തോന്നാണ്? നാനോ വളങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ്. എന്തോന്നാണ് അത്? നാനോ കണിക രൂപത്തിലുള്ള കൃത്രിമ വളങ്ങൾ സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. മറ്റ് വളങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ അളവിൽ മതിയാകും. കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിന്റെ രാസഘടനയെ മാറ്റുന്നില്ല. ഓക്കെ, അത്രയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ഇവിടെ തന്നിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ? ബയോ ഫെർട്ടിലൈസേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്, നാനോ ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ഇത്രയാണുള്ളത്. അതിൽ ബയോ ഫെർട്ടിലൈസേഴ്സിൽ വരുന്നത് റൈബോസിയം, അസോസ്പെറില്ലം, മൈക്കോറിസ. അപ്പോൾ ഇത് ടു ദ സോയിൽ ദാറ്റ് ഹെൽപ്പ് ഇൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഫിക്സിംഗ്, ഡു നോട്ട് ഹാം ദ ടെക്സ്ചർ ഓഫ് സോയിൽ ആൻഡ് ഡീകമ്പോസേഴ്സ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ ബയോ റെസിഡ്യൂസ്, ഇറ്റ് വിൽ നോട്ട് ഹാം എയ്തർ ദ ടെക്സ്ചർ ഓഫ് ദ സോയിൽ ഓർ ദ ഡീകമ്പോസേഴ്സ്. പ്ലാന്റ്സ് ഗെറ്റ് ദ ന്യൂട്രിയന്റ് റിലീസ്ഡ് ഫ്രം ദീസ് ബയോ റെസിഡ്യൂസ് by the decomposers. Nutrients may be less. The process of decomposition takes a long time. ഇതിൽ നാനോ ഫെർട്ടിലൈസേഴ്സിൽ വരുന്നത് നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ്. എന്താണ്? അഗ്രികൾച്ചറൽ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ ഫോം ഓഫ് നാനോ പാർട്ടിക്കിൾസ് ക്യാൻ ബി ഈസിലി അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ്, റിക്വയർഡ് വെരി സ്മാൾ ക്വാണ്ടിറ്റീസ് ഓഫ് കമ്പയർഡ് ടു ദ അതർ ഫെർട്ടിലൈസേഴ്സ്, ഡു നോട്ട് ആഫ്റ്റർ ദ ഫീച്ചർ ഓഫ് സോയിൽ മച്ച്. ഇതിൽ അടുത്ത് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സിൽ അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ് ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ടു ഇൻക്രീസ് ഇൻ ദ ന്യൂട്രിയന്റ് വാല്യൂ ഓഫ് സോയിൽ. പ്ലാന്റ്സ് ക്യാൻ ബി ഈസിലി അബ്സോർബ്ഡ്. Excessive use of fertilizers is harmful to soil texture and decomposers. ഓക്കെ, ഇത് എന്നതാ ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്, അതൊന്ന് പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊക്കെയാണെന്ന് ജൈവവളം, അതിന് ഉദാഹരണം ഏതൊക്കെയാണെന്ന്, അതിന്റെ മേന്മയും പരിമിതികളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, അത് നേരെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊന്ന് പഠിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത് നോക്കാം, ലീഫ് കളർ ചാർട്ട് എന്താണ്? This is an easy way to find out the availability of nitrogen in crop plants. It helps to find out how much nitrogen fertilizers need to be added by comparing the color of leaves of plants with a standard picture. Light green color indicates the deficiency of nitrogen. Dark green color indicates the nitrogen present in the adequate quantities. അപ്പോൾ ലീഫ് കളർ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ധാന്യ വിളകളിൽ നൈട്രജന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള മാർഗമാണ് എന്തോന്ന് പറയുന്നത്? ലീഫ് കളർ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായ? ലീഫ് കളർ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ധാന്യവിളകളിൽ നൈട്രജന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു മാർഗമാണിത്. ചെടികളുടെ ഇലകളുടെ നിറം പ്രമാണ ചിത്രങ്ങളുമായി താരതമ്യപ്പെടുത്തി നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുവാൻ ഇത് സഹായിക്കുന്നു. ഇളം പച്ച നിറം നൈട്രജന്റെ കുറവ് സൂചിപ്പിക്കുന്നു. കടും പച്ച നിറം നൈട്രജന്റെ അളവ് ആവശ്യത്തിനുണ്ടെന്ന് അറിയാൻ സഹായിക്കുന്നു. മനസ്സിലായത്? നോക്ക്, why do farmers use leaf color chart? To understand how much nitrogen is in crops, if the leaves are dark green, it means there is enough nitrogen. Light green indicates nitrogen deficiency. അപ്പോൾ കൃഷി ചെയ്യുന്നതിൽ ലീഫ് കളർ ചാർട്ടിന്റെ ഉപയോഗം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വിളകളിൽ നൈട്രജന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കടും പച്ച നിറമാണ് ഇലകൾക്കെങ്കിൽ ആവശ്യത്തിന് നൈട്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇളം പച്ച നിറമാണെങ്കിൽ നൈട്രജന്റെ കുറവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, the more you give, the more you receive. കൊടുക്കും തോറും ഏറിയിടും. All the nutrients absorbed the plants eventually reach the food we consume. സസ്യങ്ങൾക്ക് ലഭിക്കുന്ന മൂലകങ്ങളെല്ലാം വിവിധ രൂപത്തിൽ അവയെ ആഹാരം
അപ്പം സസ്യങ്ങൾക്ക് കൊടുക്കുന്ന മൂലകങ്ങൾ അത് അതിൻ്റെ ആഹാരം പല രീതിയിലും ആഹാരത്തിലേക്ക് മാറ്റുന്നു. അതൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമുക്കും അതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്കും കിട്ടാറുണ്ട് അല്ലേ? ഭക്ഷ്യയോഗ്യമായ 100 ഗ്രാം പച്ചക്കറിയിൽ അടങ്ങിയിരിക്കുന്ന വിവിധ പോഷകങ്ങളുടെ അളവ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പച്ചക്കറി ഏതൊക്കെ? ചേമ്പില, കൊളഗേഷ്യ ലീഫില് പ്രോട്ടീൻ 3.9, ഫൈബർ 2.9, കാർബോഹൈഡ്രേറ്റ് 6.8, കാൽസ്യം 227, അയൺ ആണെങ്കിൽ 10, കരോട്ടിൻ ആണെങ്കിൽ 10,278, ജീവ സി ആണെങ്കിൽ വൈറ്റമിൻ സി 12. കറിവേപ്പിലയില് എന്തോന്നാണ്? കറി ലീഫിൽ 6.1, ഫൈബർ 6.4, കാർബോഹൈഡ്രേറ്റ് 18.7, കാൽസ്യം എന്തോന്നാണ് 830 മില്ലിഗ്രാം, അയൺ 0.93 മില്ലിഗ്രാം, പിന്നെ കരോട്ടിൻ എത്രയാണ്? 7,560, വൈറ്റമിൻ സി 4. മുരിങ്ങയിലയിൽ 6.7, ആ ഓർഡറിൽ പറയണേ, നോക്കുക. അത് ഇലയിൽ 6.7, 0.9, 12.5, 440, 0.85, 6,780, 220. ഇത് ഓരോന്നിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. 220 എന്ന് പറയുന്നത് എന്തോന്നാണ്? വൈറ്റമിൻ സി ആണ്. അത് അടുത്ത മധുരച്ചീര എത്രയാണ്? 6.8, പ്രോട്ടീൻ. മധുരച്ചീരയുടെ 8, ക്യാബേജിന്റെ പ്രോട്ടീൻ 1.7, കോളിഫ്ലവർ 2.6. അടുത്ത ഫൈബേഴ്സ് വരുന്നത് ഏതൊക്കെ? മുരിങ്ങയിലയില് 0.9, മധുരച്ചീര 1.4, ക്യാബേജ് 1.0, ബീറ്റ്റൂട്ട് 0.9, കോളിഫ്ലവർ 1.2. അടുത്ത കാർബോഹൈഡ്രേറ്റ് അന്നജം 6.8, ചേമ്പില, കറിവേപ്പില 18.7, മുരിങ്ങയില 12.5, മധുരച്ചീര 11.6, ക്യാബേജ് 4.6, ബീറ്റ്റൂട്ട് 18.3, കോളിഫ്ലവർ 4. അടുത്ത കാൽസ്യം ഓരോന്നിലും എത്രയൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇരുമ്പ് അതുപോലെ കൊടുത്തിട്ടുണ്ട്, കരോട്ടിനും കൊടുത്തിട്ടുണ്ട്, ജീവക സി. ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചിരിക്കണം കേട്ടോ. Local varieties are naturally well suited to the local environment since they have inherent resistance to pests and diseases. The use of pesticide can be minimized by supporting local pollinators and beneficial insects. They help maintaining ecological balance as these crops require minerals and pesticides. Cultivation cost can also be reduced. അതായത് നാടൻ ഇനകൾ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളർന്നവയായിരിക്കും. അവ ആ പ്രദേശത്തുള്ള കീടങ്ങൾക്ക് രോഗങ്ങൾക്കും എതിരെ സ്വാഭാവികമായും പ്രതിരോധം ആർജിക്കുന്നതിനാൽ കീടനാശിനിയുടെ ഉപയോഗം കുറയ്ക്കാം. പ്രാദേശിക പരാഗണകാരികളായ പ്രാണികളെ നിലനിർത്തുക വഴി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഗുണകരമാണ്. വളങ്ങളും വളരെ കുറച്ച് മാത്രം മതി എന്നതിനാൽ ചെലവ് കുറയ്ക്കാം. വീട്ടുവളപ്പിൽ ഇത്തരം നാടൻ പച്ചക്കറികൾ വളർത്താൻ കഴിയുമല്ലോ. അങ്ങനെ അടുക്കളത്തോട്ടത്തിൽ അതുപോലെയൊക്കെ പച്ചക്കറികൾ വളർത്തുകയാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ലോക്കൽ വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ് അത്. നാടൻ പച്ചക്കറികളുടെ പ്രാധാന്യം. They are nutritious. They grow harmony with the local environment. They will survive climatic change. They will resist pests and diseases because of their inherent resistance. As these crops require mineral fertilizers and pesticides, cultivation cost can also be reduced. They help maintain the balance of nature by retaining insects. അപ്പൊ എന്താണ്? പോഷക ഗുണങ്ങൾ ഉള്ളവയാണ് നാടൻ പച്ചക്കറികൾ എന്ന് പറയുന്നത്. പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളരുന്നവയാണ്. കാലാവസ്ഥാ മാറ്റം അതിജീവിക്കും. സ്വാഭാവികമായ പ്രതിരോധമുള്ളതിനാൽ കീടരോഗബാധകളെ ചെറുക്കും. കീടനാശിനികളുടെ ആവശ്യമില്ല. വളം കുറച്ച് മതിയാകും. ചെലവ് കുറവാണ്. പ്രാണികളെ നിലനിർത്തുന്നതിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് സഹായകമാകും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്തെന്തോന്നാണ്? ഫോർ ബെറ്റർ ഈൽഡ് ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. മികച്ച വിളവിന് മേന്മയുള്ള നടീൽ വസ്തുക്കൾ തന്നല്ലോ. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴേ മെച്ചപ്പെട്ട വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. മെച്ചപ്പെട്ട ഇനം നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ? ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, GM ക്രോപ്പ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ, ഹൈബ്രിഡൈസേഷൻ. എന്തൊക്കെയാണ്? GM വിള, നടീൽ
നടീൽ വസ്തുക്കൾ ഏതൊക്കെ? ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ടിഷ്യൂ കൾച്ചർ, വർഗസങ്കരണം. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്നും ബഡ്ഡിങ് എന്നും. അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ഇതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നോക്കാം. അടുത്തത്, പല പോഷകഘടകങ്ങൾ അടങ്ങിയ അരി തരുന്ന നെൽച്ചെടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതെങ്ങനെ സാധിക്കും? ഹൗ ഗുഡ് it will be if there is a right plant that gives rice containing all nutrients. അതിൽ നമ്മൾ പറഞ്ഞ GM ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയും. GM ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്രോപ്സ് ന്യൂ traits can be incorporated by altering its genetic content through genetic engineering. Cotton plant that resist pest attack, soya bean that resist wheat seeds, rice varieties contain vitamin A, etc. are examples of these crops. എന്ന് വെച്ചാൽ എന്തോന്നാണ് GM വിളകൾ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കും. കീടബാധ്യത ചെറുക്കുന്ന പരുത്തിച്ചെടി, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീൻ, വിറ്റാമിൻ എ ധാരാളം അടങ്ങിയ നെല്ലിനങ്ങൾ എന്നിവ ഈ വിളകൾക്ക് ഉദാഹരണമാണ്. ഏതിന്? GM വിളകൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെ? പ്ലാന്റ്സ് ദാറ്റ് റെസിസ്റ്റ് പെസ്റ്റ് അറ്റാക്ക്, സോയാബീൻ ദാറ്റ് റെസിസ്റ്റ് വീഡിസൈഡ്, റൈസ് റെസിസ്റ്റ് കണ്ടെയ്ൻ വൈറ്റമിൻ എ. Okay. അടുത്ത ടിഷ്യൂ കൾച്ചർ. This technique helps to produce large number of plants having all the characteristics of the parent plant. Tissue separated from the suitable of a plant all grow in special nutrient medium to produce saplings. അതായത് മാതൃസസ്യത്തിന്റെ അതേ സവിശേഷതയുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. സസ്യത്തിന്റെ അനുയോജ്യമായ ഭാഗത്ത് നിന്ന് കലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയാണ് തൈച്ചെടികളെ ഉണ്ടാക്കുന്നത്. ഓക്കെ. മാതൃസസ്യത്തിന്റെ അതേ സ്വഭാവ സവിശേഷതകളുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അല്ലെ? എന്തോന്നാണ്? മാതൃസസ്യത്തിന്റെ അതേ സ്വഭാവ സവിശേഷതയുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഏതൊക്കെ? മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഹൈ ഈൽഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെ? ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ, ഹൈബ്രിഡൈസേഷൻ, GM ക്രോപ്സ്. മെച്ചപ്പെട്ട ഇനം നടീവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ, വർഗസങ്കരണം, GM വിളകൾ. Through grafting and budding, we get properties of both plants. Through layering and tissue culture, we get the same properties of the mother plant. Hybridization is useful to produce ഓഫ്സ്പ്രിംഗ് വിത്ത് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് എന്നിവയുടെ രണ്ട് ചെടികളുടെയും ഗുണമുള്ളവയെ ലഭിക്കുന്നു. ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ എന്നിവ മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ ലഭിക്കുന്നു. വർഗസങ്കരങ്ങളിലൂടെ നമുക്ക് അഭിലഷണീയ സ്വഭാവമുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. സ്പെഷ്യാലിറ്റി ഓഫ് ടിഷ്യൂ കൾച്ചർ ആൻഡ് ജനറ്റിക്കലി മോഡിഫൈഡ് GM ക്രോപ്സ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തോന്നാണ്? ടിഷ്യൂ കൾച്ചർ ജനിതക മാറ്റം വരുത്തി ഉണ്ടാക്കുന്ന GM വിളകൾ എന്നിവയുടെ പ്രത്യേകത. ടിഷ്യൂ കൾച്ചർ ഈസ് എ ടെക്നോളജി ടു പ്രൊഡ്യൂസ് മെനി സാപ്ലിംഗ്സ് വിത്ത് ദ ആൾ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ദ പാരന്റ് പ്ലാന്റ് ടു ഐസൊലേറ്റിംഗ് plant tissues and growing them in a special nutrient medium. This required technical assistance and training. എന്താണ്? സസ്യകലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തിലിട്ട് മാതൃസസ്യത്തിന്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഒരേ സമയം ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്തോന്നാണ്? ഇതിന് സാങ്കേതിക സഹായവും പരിശീലനവും ആവശ്യമാണ്. അടുത്ത് GM ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാ? GM ക്രോപ്സ് ആർ ദ crops genetically modified have new characteristics that we need. They are resistant pests and diseases. Some contain essential nutrients. അതായത് ജനിതക സാങ്കേതിക വിദ്യയിലുള്ള ജീനുകളിൽ മാറ്റം വരുത്തി നമുക്ക് ആവശ്യമുള്ള പുതിയ സ്വഭാവ സവിശേഷതകളുള്ളവയെ രൂപപ്പെടുത്തി എടുക്കാവുന്നതാണ് GM വിളകൾ എന്ന് പറയുന്നത്. ഇവ കീടരോഗബാധയെ ചെറുക്കുന്നു. ചിലത് അവശ്യ പോഷകങ്ങൾ ഉൾക്കൊള്ളുന്നു. ഓക്കെ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ കുറേ ടിക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പഠിക്കേണ്ടത് കാര്യങ്ങളാണ്. ിരിക്കുന്നതെല്ലാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.